നമ്മളെല്ലാ സോഷ്യൽ പാരാമീറ്റേഴ്സിനെയും ചില ക്രിയേറ്റീവായ ചർച്ചകൾ നടത്തേണ്ട ചില സംഗതികളെയുമൊക്കെ എല്ലാത്തിനെയും അങ്ങ് വർഗീയതയുടെ പശ്ചാത്തലത്തിൽ വല്ലാണ്ടാക്കി ചിത്രീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അത് ഒട്ടും ഒരു ആശാസ്യമായ ഗുണകരമായ ഒരു സംഗതിയല്ല. നമ്മൾ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ വർഗീയതയൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ എവിടെയാ? അത് അനുഭവിക്കുന്ന ചില പോക്കറ്റുകൾ ഒഴിച്ച് ബാക്കിയുള്ളിടത്തെല്ലാം മനുഷ്യർ വളരെ സുന്ദരമായിട്ടാണ് ജീവിക്കുന്നത്. ഈ വിദ്യാഭ്യാസം കൂടുന്നതനുസരിച്ചാണ് കറപ്ഷൻ കൂടുന്നത് എന്ന് പറയുന്നത് പോലെ വിദ്യാഭ്യാസം കൂടുതലുള്ള നാട്ടിലാണ് ഇതിൻ്റെ വക്രീകരിക്കൽ, ഒരു ഡേറ്റയെ വക്രീകരിക്കൽ വളരെ മനോഹരമായി നടക്കുന്നത്. അതിനൊരു ഉദാഹരണമാണ് 2024 ജനിച്ച കുട്ടികളിൽ 46.14% മുസ്ലിങ്ങൾ. കേരളത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ വളർച്ച നെഗറ്റീവിൽ. ഇതാണൊരു വാർത്ത. ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് പഠിക്കുന്ന ഒരാളെന്ന നിലയിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നവർ എന്നുള്ള നിലയിൽ വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ് ഈ പുറത്തുവിട്ടത്. ഇതിൻ്റെ ടൈറ്റിലിൽ തന്നെ അവർ ഉദ്ദേശിക്കുന്ന ഒരു വിവാദമാകണമെന്ന് ഇപ്പം എന്നെപ്പോലെയുള്ളവർ ഈ വിഷയത്തിലെടുക്കുമ്പോൾ ഈ കാർഡ് കാണിച്ചെടുക്കുന്നത് കൊണ്ട് അതിന് കിട്ടുന്ന മൈലേജൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താ? ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ ജനനവും കുറവ്, മരണവും കുറവ്. മുസ്ലിം വിഭാഗത്തിൽ ജനന നിരക്കും കമ്പയറബിളി മുൻപത്തേതിനേക്കാൾ ഗണ്യമായി കുറഞ്ഞെങ്കിലും ഇപ്പോഴും അല്പം കൂടുതലാണ്. അതുപോലെ തന്നെ മരണസംഖ്യയും കൂടുതലാണ്. ഇതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഗണ്യമായി കുറഞ്ഞു, പക്ഷേ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും താഴ്ന്നു വന്നില്ല. വളരെ സിമ്പിളാണ്. സാമൂഹ്യ ചുറ്റുപാടുകൾ കാണുന്നവർക്കറിയാം. ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ ഇത് കുറയാനുണ്ടായ കാരണം സവിശേഷമായി എന്തെങ്കിലും പണ്ട് നമ്മുടെ PC ജോർജ് പറഞ്ഞതുപോലെ ഏതെങ്കിലും ചായക്കടയിൽ നിന്ന് തുള്ളിമരുന്ന് കൊടുത്തോ അല്ലെങ്കിൽ പ്രത്യേകതരം എന്തെങ്കിലും സംഗതി കൊടുത്ത് വന്ധ്യംകരിച്ചോ ഇല്ലാതാക്കിയോ ഒന്നും ചെയ്തതല്ല. കാലാനുസൃതമായ സഞ്ചാരങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ മൊബിലിറ്റി ഓഫ് പോപ്പുലേഷൻ, ഈ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം, തൊഴിൽപരമായ കാര്യങ്ങൾ, ഇങ്ങനെ പല ഘടകങ്ങൾ കൊണ്ടുണ്ടായ വ്യത്യാസത്തെയാണ് ഇത്തരമൊരു കാർഡിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിൽ വളരെ രസകരമായൊരു സംഗതി എന്താണെന്നറിയോ? ഇതിനെ സംബന്ധിച്ച് ഒരു സ്ത്രീ ഒരു പോസ്റ്റ് ഇട്ടു. പിന്നെ ഇങ്ങനൊരു ഡേറ്റ കിട്ടിയാൽ ഉടൻ തന്നെ നമ്മളിപ്പോൾ ഒരു കടയിൽ നിന്ന് കുറച്ച് മുളക് പൊടി വാങ്ങിക്കുന്നു. ആ മുളക് പൊടി ചിലരെന്തിനാണ് വാങ്ങിക്കുന്നത്? അത് കറിക്കകത്തിടാൻ, ചിലർക്ക് ഹോട്ടലിൽ ഇതുണ്ടാക്കി പാചകം ചെയ്ത് വിൽക്കാൻ, മറ്റ് ചിലർക്ക് ഇത് സന്ധ്യയ്ക്കാരുടെയെങ്കിലും മുഖത്തെറിഞ്ഞ് മാല പൊട്ടിക്കാൻ എന്ന് പറഞ്ഞതുപോലെ ഏത് സോഷ്യൽ ഡേറ്റയും കേരളത്തിൽ ഒരാളുടെ കയ്യിലേക്ക് കിട്ടിയാൽ അത്തരം സവിശേഷമായ മനോരോഗമുള്ളവർക്ക് വളരെ പെട്ടെന്ന് അതുകൊണ്ട് തുടങ്ങുന്ന പണി ഈ മാല പൊട്ടിക്കൽ പോലെ ഇതിനെ വർഗീയമായി എങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. ഇതിൽ ഒരു കുറിപ്പിനകത്ത് ഒരാൾ, ഞാൻ ആ കുറിപ്പൊന്നും ഹൈലൈറ്റ് ചെയ്യുന്നില്ല, അവരാഗ്രഹിക്കുന്നത് അങ്ങനെ ഹൈലൈറ്റ് ചെയ്യണമെന്നും ഈ ചർച്ച ചെയ്യപ്പെടണമെന്നും ഒക്കെയാണ്. അപ്പോൾ ഇതിൽ ചിലർ പറയുന്നത് ഈ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ ഇത് ഗണ്യമായി കുറയാനുള്ള സംഗതി എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആ കണ്ടൻറ്റിനകത്തേക്ക് താലിബാൻ മോഡൽ എന്നൊക്കെ പറഞ്ഞാണ് എഴുതി ചേർത്തിരിക്കുന്നത്. ഒരു സോഷ്യൽ ഡേറ്റയിലാണ്. താലിബാൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ ആകെയുള്ള ഒരു നല്ല പങ്കാളിയാണ്. കഴിഞ്ഞ ദിവസം താലിബാൻ്റെ കൃഷിമന്ത്രി ഇന്ത്യയിൽ വന്നു. ഇന്ത്യയുടെ കൃഷിമന്ത്രി സ്വീകരിച്ചു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൃഷിയിൽ സഹകരിക്കാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. പണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അഫ്ഗാനിസ്ഥാനിൽ മൊത്തം താലിബാനാണ് കഞ്ചാവ് കൃഷി ചെയ്യുന്നതെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. നമുക്ക് ആകെയുള്ള ഒക്കച്ചങ്ങായിമാർ അവരാണ്. അപ്പോൾ താലിബാൻ മോഡൽ വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാണ്. ഇതിനകത്തെങ്ങും താലിബാനൊന്നുമില്ല. ഇതിലുള്ളതൊന്ന് ഒരു കൾച്ചറൽ ചേഞ്ചാണ്. അതിലൊന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇപ്പോഴും ഒറ്റക്കുട്ടി എന്ന് പറയുന്ന ഒരു ചിന്ത ഉണ്ടായിട്ടേ ഇല്ല. ഒറ്റക്കുട്ടി എന്ന് പറയുന്ന ഒരു സംഗതിയേ ഇല്ല. കുറഞ്ഞത് 3 അല്ലെങ്കിൽ 2, ഏറ്റവും കുറഞ്ഞ കണക്കാണ് ഞാൻ പറയുന്നത്. 3ഓ 2ഓ, അല്ലാതെ 1 എന്ന് പറയുന്ന ഒരു സംഗതി വന്നിട്ടേ ഇല്ല. എന്നാൽ ബാക്കി 2 കമ്മ്യൂണിറ്റിയിലും ഈ 1 വ്യാപകമായി വന്നു. അത് സ്നേഹമില്ലാത്തതുകൊണ്ടും ഉള്ളതുകൊണ്ടൊന്നുമല്ല. സവിശേഷമായതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരുപാട് ആളുകൾ പറയുമല്ലോ, പെണ്ണിനെ ഇട്ട് പെറിയിപ്പിച്ച് പെറുന്ന യന്ത്രമായി മുസ്ലിം പെണ്ണുങ്ങളെ മാറ്റി എന്നൊക്കെ പറയത്തില്ലേ? അതെല്ലാം പറയുന്നത് അതുമായി ഒരു ബന്ധമില്ലാത്തവർക്ക്, ഇത് ഉണ്ടാക്കുന്നവർക്കും പ്രസവിക്കുന്നവർക്കും ഒരു കുഴപ്പമില്ലെങ്കിൽ ഏറ്റവും ആരോഗ്യകരവും ആനന്ദകരവുമായ ഒരു പ്രക്രിയയാണ് ഇതെന്നാണ് പറയുന്നത്. ഇതിനോളം തുല്യമായ ഒരു സംഗതിയേ ഇല്ല. അത്ര മനോഹരമായ പ്രക്രിയയാണിത്. അതിന് പെയിനൊക്കെ ഉണ്ട് പ്രസവത്തിനൊക്കെ, പക്ഷേ അതിൻ്റെ ഒരു നിർവൃതി, സന്തോഷം
മക്കളുണ്ടാകുന്നതിൻ്റെ കൂടുതൽ മക്കളുള്ളവരുടെ ഒരു സന്തോഷം. ഒത്തിരി പേർക്ക് ഇതെല്ലാം കഴിഞ്ഞാണ് തോന്നുന്നത്. ഒന്നും രണ്ടും ഒന്നും പോരായിരുന്നു, ഒരു 5 പേരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അല്ലെങ്കിൽ ഒന്നുകൂടെങ്കിലും കൂട്ടിനുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കടയടച്ച് താക്കോലും പൂട്ടി പടിഞ്ഞാറ് അറബിക്കടലിൽ കൊണ്ട് കളഞ്ഞേച്ച് അവിടോ അമരോ എല്ലാം കഴിഞ്ഞ് ഇത് പറയുന്നതുകൊണ്ടൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവരുടെ എണ്ണം കൂടുതലാണ്, ഇവിടെ കുറവാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ CDS ഒരു പഠനം നടത്തി. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ 44% പേര് വിദേശ രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ അത് 34-32 ഉള്ളൂ. ഹിന്ദു കമ്മ്യൂണിറ്റിയിലും അതിനോടനുബന്ധിച്ചാണ് 30-31 ഉള്ളൂ. ഇത് CDSൻ്റെ ഔദ്യോഗിക കണക്കാണ്. പക്ഷേ ഈ 46% പേര് ഇന്ത്യയിൽ നിന്ന് മുസ്ലിങ്ങൾ പുറത്തു പോകുന്നുണ്ടെങ്കിലും അതിൽ 2% പേര് ഒഴിച്ചുള്ളവരെല്ലാം ഒരു ടെമ്പററി മൈഗ്രേഷനാണ്, തൊഴിൽപരമായ മൈഗ്രേഷനാണ്. ബാക്കിയുള്ളവരെല്ലാം ഇവിടെ തന്നെ കേന്ദ്രീകരിക്കുകയാണ്. അപ്പോൾ ഈ മക്കളും ഇതിൻ്റെ കണക്കും ഇതിൻ്റെ ആസ്തിയുമെല്ലാം അവർക്ക് ഇവിടെ തന്നെയാണ്. എന്നാൽ ബാക്കി 2 കമ്മ്യൂണിറ്റിയിലും 36-30 പോകുന്നവരിൽ 2%-3% മാത്രമാണ് തിരിച്ചു വരുന്നത്. ബാക്കി മുഴുവൻ അവിടെ തുടരുകയാണ്. അവർ തിരിച്ചു വരുന്നില്ല. അവിടെ തന്നെ PR എടുക്കുന്നു, അവിടെ തന്നെ ഉള്ളൊരു പയ്യനെ കണ്ടുപിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിപ്പിക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഒരു മഹത്വമൊക്കെ പറഞ്ഞ് നിൽക്കുക. ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഈ മഹത്വം പറഞ്ഞവരൊക്കെ ഇപ്പോൾ അവസാനം അവനവൻ്റെ നാട്ടിൽ മണ്ണില്ലാത്തതുകൊണ്ട് വേദനിക്കുന്നവരുണ്ട്. അത് പിൽക്കാലത്തെ തോന്നുള്ളൂ. ഏതായാലും അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ മുസ്ലിങ്ങളിൽ ബാക്കി കാര്യങ്ങളെല്ലാം ഒത്തു വന്നാൽ നല്ല കുംഭം പ്രായത്തിലേ അങ്ങ് പെണ്ണ് കെട്ടിക്കുക. 18, 19, 20, 23, ഇപ്പോഴൊക്കെയാണ് 25 വരെയൊക്കെ എത്തിയത്. അതിനപ്പുറത്തോട്ടൊന്നും പോകുന്നില്ല. 28-നപ്പുറം എന്തായാലും പോകുന്നില്ല. പക്ഷേ ബാക്കി 2 കമ്മ്യൂണിറ്റിയിലും 32-35 വയസ്സൊക്കെയാണ് ഇവർക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോഴത്തേക്കൊരു ഫെർട്ടിലിറ്റി കപ്പാസിറ്റിയൊക്കെ ഇപ്പോൾ ഒത്തിരി പേർക്ക് ഗണ്യമായി ഇന്നത്തെ ജീവിത രീതിയും ഭക്ഷണവും കൊണ്ട് ഗണ്യമായി കുറയും. ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് വരുമ്പോൾ 43-44 വയസ്സിലൊക്കെയാണ് ഒരു കുട്ടി ഉണ്ടാവുന്നത്. പിന്നെ അതിന് വളർന്നു കഴിയുമ്പോഴത്തേക്ക് മാനസികമായി ഇനിയിപ്പോൾ ഇത് മതി, ഇതിന് മെനക്കെടാനൊന്നും വയ്യ, ഒന്ന് പ്രസവിച്ചതിന് തന്നെ എന്ത് പാടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോ സംഗതിയിലേക്ക് കാര്യങ്ങളങ്ങ് എത്തപ്പെടും. അവിടെ വെച്ച് ഈ സംഗതി അങ്ങ് അവസാനിക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇത്തരം ചില വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന വ്യതിയാനം ഉണ്ടാകുന്നത്. അല്ലാതെ മൊത്തത്തിലുള്ള 7-8 ഒക്കെ ഇങ്ങ് താഴെ വന്നു, 3-4 ഒക്കെ വരെ എത്തി. പിന്നെ എന്തായാലും ഒന്നിലേക്ക് മുസ്ലിം കമ്മ്യൂണിറ്റി എത്തിയിട്ടില്ല. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? വളരെ സിമ്പിളാണ്. ആരുടെയും സഹായം ആവശ്യമില്ലാത്തൊരു പ്രക്രിയയാണ് ഈ ഉൽപ്പാദനം എന്ന് പറയുന്നത്, പ്രത്യുൽപാദനം. 2 പേര് മാത്രം തീരുമാനിച്ചാൽ മതി. അത് നല്ല ശക്തമായി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ മാനസികമായ സംഗതി കൊടുക്കുക. ഇതൊന്നും ഒരു പ്രശ്നമല്ലടാ. അപ്പോൾ അടിസ്ഥാനപരമായ വിശ്വാസമടക്കം കൊടുക്കണം എന്ന് പറഞ്ഞാൽ, നമ്മൾ മക്കളുണ്ടാവുന്നെന്ന് വിചാരിച്ച് നമുക്ക് ദാരിദ്ര്യമൊന്നും വരുത്തില്ല, മക്കൾ സമ്പത്താണ് എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുക്കുമ്പോൾ അത് വലിയ പാടാണ്. പുതിയതായിട്ട് ക്ലാസ് എടുത്താൽ അപ്പോൾ ഏതെങ്കിലും ആളുകൾ ക്ലാസ് എടുത്താൽ ഇരിക്കുന്നവർ ചോദിക്കും, എന്നിട്ട് അങ്ങയുടെ പള്ളിക്കൂടത്തിൽ അങ്ങയുടെ മതത്തിൻ്റെ പേരിലുള്ള കോളേജിൽ ആശുപത്രിയിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇളവൊക്കെ തരുമോ? അതിന് ചില ഇനിഷ്യേറ്റീവൊക്കെ എടുത്തിട്ടും വേണ്ടത്ര കൂടുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏതായാലും അതാണൊരു സ്ഥിതി. എന്നാൽ ഇതെല്ലാം കൂടുന്നില്ലെങ്കിലും എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ വിൽക്കുന്ന ഗർഭനിരോധന ഗുളികകളുടെ എണ്ണം, ഗർഭിണി ആകാതിരിക്കാനുള്ള, കൺസീവ് ചെയ്യാതിരിക്കാനുള്ള ഗുളികയുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ഗണ്യമായി. എന്തോ ഒരു മരുന്നിൻ്റെ പേര് ഞാൻ മറന്നുപോയി. വ്യാപകമായി മെഡിക്കൽ സ്റ്റോറുകാർ പറയുന്നൊരു മരുന്നുണ്ട്. അതൊക്കെ ഒരു മെഡിക്കൽ സ്റ്റോറുകളിലും ബാക്കിയില്ലാത്ത വിധം വിറ്റ് പോവുകയാണ്. അപ്പോൾ ഇത്തരം സംഗതികളെ വളരെ അക്കാഡമിക്കായിട്ട് പറയേണ്ടതിന് പകരം മുസ്ലിങ്ങളുണ്ടാകുന്നു, മറ്റേതുണ്ടാകുന്നു, താലിബാൻ വരുന്നു എന്നൊന്നും പറഞ്ഞാൽ കൊച്ചുങ്ങളുണ്ടാകത്തില്ല. അതിനാ പ്രക്രിയയിലൂടെ കടന്നുപോയി, ആ മാനസികാവസ്ഥയിലൂടെ കടന്നുപോയി അത് നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികളാണ് ഉണ്ടാകേണ്ടത്. പിന്നെ മൈഗ്രേഷനും അതില്ലാതാക്കുന്നതിനുള്ള, അത് കൺട്രോൾ ചെയ്യുന്നതിനുള്ള, പോകുന്നവൻ തിരിച്ചു വരാനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാക്കേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ്.